എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? വി ടോക്ട് അബൌട്ട് ദ റൂൾസ്. ജേർണൽ ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് എന്താണ് റൂൾ, എങ്ങനെയൊക്കെയാണ് ജേർണൽ ഉണ്ടാക്കേണ്ടത്, എന്നിട്ട് ജേർണൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ലെഡ്ജറിലോട്ട് പോകുമ്പം എങ്ങനെ നമുക്ക് പോകാൻ പറ്റും, ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ നേരെ ട്രയൽ ബാലൻസിലോട്ട് കൊണ്ടുപോകുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതായിരുന്നു. ഓക്കെ അല്ലേ? നമ്മൾ 3 തരത്തിലെ അക്കൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്തിരുന്നു. ആദ്യത്തെ അക്കൗണ്ട് എന്തായിരുന്നു? പേഴ്സണൽ അക്കൗണ്ട്, ഒരാളിന്റെ അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സന്റെ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഒരു കമ്പനി, ഒരു LLP, അല്ലെങ്കിൽ ഒരു ആള് മിസ്റ്റർ റാം, അവരുടെ ഒക്കെ അക്കൗണ്ടിനെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന അക്കൗണ്ട് ആയിരുന്നു നമ്മുടെ റിയൽ അക്കൗണ്ട്. നമ്മുടെ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ്, സാധനങ്ങൾ, അതിന്റെ അക്കൗണ്ട്സ് ആണ് നമ്മൾ റിയൽ അക്കൗണ്ട് അത് കാണിക്കുന്നത്. ആൻഡ് പിന്നുള്ളതായിരുന്നു നോമിനൽ അക്കൗണ്ട്. നമ്മുടെ എക്സ്പെൻസസ്, ഇൻകംസ്, പ്രോഫിറ്റ്സ്, ലോസസ്, അങ്ങനത്തെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും വരുന്നതാണ് നോമിനൽ. ആൻഡ് ഇതിന്റെ റൂളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ അല്ലെ? സോ ഇതാണ് നമ്മുടെ ഈ 3 അക്കൗണ്ടും. ആൻഡ് ഈ 3 അക്കൗണ്ടിന്റെ ബേസിസിൽ ജേർണൽ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. ഇന്നിനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്ത് ലെസൺ നമ്പർ 1 അങ്ങ് കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യുക. ചെയ്യേണ്ടത് ഇനി എന്താ? നമ്മള് ആദ്യം അക്കൗണ്ടിങ് എന്ന് പറയുന്ന വാക്കിന്റെ പിന്നെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന വാക്കും ഒന്ന് മനസ്സിലാക്കുക. സോ ടെക്നിക്കലി അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അക്കൗണ്ടിങ് എന്നുള്ള ഒരു വാക്കിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയാണ് പറയാറുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്, അതൊരു കലയാണ്. ഓഫ് റെക്കോർഡിംഗ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എക്സലിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗിന്റെ കൂടെ ക്ലാസിഫൈങ്. ഓക്കെ അല്ലേ? സോ ക്ലാസിഫൈങ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, 2 കാര്യങ്ങൾ. ഓക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് പറയുന്നു അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. ഓക്കെ അല്ലേ? വിച്ച് ആർ calculated or represented in financial terms. Okay alla, which are represented in terms of money. ഒന്നുകൂടെ നോക്കാം. എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ആ കലയിലൂടെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ആ കലയിലൂടെ ഞാൻ റെക്കോർഡിംഗ് ചെയ്യുന്നു, ഞാൻ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ട്രാൻസാക്ഷൻസും ഇവന്റ്സും വിച്ച് ആർ റിപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് മണി. കാശിൽ റിപ്രസെന്റ് ചെയ്യുന്ന, കാശല്ലേ മോണിറ്ററി ടേംസിൽ എനിക്ക് റീപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസും ഇവന്റ്സിനെയും റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് ദെയർ ഓഫ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? സോ എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്. പിന്നെ ഒരു വാക്കും കൂടെ ഞാൻ അതിനകത്ത് ഇടയ്ക്കൊന്ന് ചേർക്കുവാണ്. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഓക്കെ അല്ലേ? അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് റിപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് ദെയർ ഓഫ്. ഇനി റെക്കോർഡിംഗ് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ജേർണലിനെ പറ്റി. സോ നമ്മൾ റെക്കോർഡിംഗ് ചെയ്യുന്നതാണ് ജേർണൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ അല്ലെ? അതിനെ വിളിക്കാറുള്ളതാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ജേർണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലെ? പിന്നെ വരുന്നു ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ നമ്മൾ എവിടെ ചെയ്യുന്നതെന്നും പഠിച്ചിരുന്നു. നമ്മൾ ലെഡ്ജറിനകത്താണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ ജേർണലിൽ നിന്ന് അക്കൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്യാഷ് വേറെയും സെയിൽസ് വേറെയും മെഷീനറി വേറെ പർച്ചേസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ചെയ്യുന്ന എവിടാണ്? ലെഡ്ജർ. സമ്മറൈസിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്യുന്ന എവിടാണ്? ട്രയൽ ബാലൻസ്. ഓക്കെ അല്ലേ? സോ നമ്മൾ ജേർണൽ ഉണ്ടാക്കുന്നു, ലെഡ്ജർ ഉണ്ടാക്കുന്നു, ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു? ബിക്കോസ് അക്കൗണ്ടിങ് അത് പറയുന്നുണ്ട്. അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും പറയുന്നതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് ദെയർ ഓഫ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞാലാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ 1 വർഷം മെനക്കെട്ട് കച്ചവടം ചെയ്തത്,
അതിന്റെ റിസൾട്ട് എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മളുടെ ബാലൻസ് ഷീറ്റും കൂടെ ഉണ്ടാക്കി കഴിയുമ്പോഴല്ലേ. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റും. സോ അക്കൗണ്ടിങ് അതിന്റെ ഡെഫിനേഷൻ ഇതൊരു ഡെഫിനേഷൻ ആണ് അക്കൗണ്ടിന്റെ. ആൻഡ് ആ ഡെഫിനേഷന്റെ ഏറ്റവും വലിയ ക്രക്സ് ആ അക്കൗണ്ട്സിനകത്ത് നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതിൽ ലെഡ്ജർ ആവാം, ജേർണൽ ആവാം, ട്രയൽ ബാലൻസ് ആവാം, P&L. ഓക്കെ അല്ലെ? അതൊക്കെ നമ്മൾ നോക്കി. P&L ആൻഡ് ബാലൻസ് ഷീറ്റ് വേറൊരു ചാപ്റ്ററിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം ഇന്ന് പഠിക്കുന്നത്, അല്ലെ ഈ ചാപ്റ്ററിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ബേസിക്സ് നോക്കാം കേട്ടോ. നമുക്ക് ജേർണൽ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ജേർണൽ എന്ന് പറയുന്ന സംഭവം? ജേർണൽ റെക്കോർഡിംഗ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും വിളിക്കാറുണ്ട്. ചില അക്കൗണ്ട്സിന്റെ കമ്പനീസ്, ചില സ്ഥാപനങ്ങള് അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവര് ഇപ്പം പലതരത്തിലാണ് അവർ ഡിസൈഡ് ചെയ്തെടുക്കുക. ആർക്കെങ്കിലും വേണമെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും ഒരു ജേർണലിനകത്ത് കാണിക്കാം. അത് സെയിലിന്റെ ട്രാൻസാക്ഷൻ ആവാം, പർച്ചേസിന്റെ ട്രാൻസാക്ഷൻ ആവാം, ക്യാഷ് ട്രാൻസാക്ഷൻസ് ആവാം. അതെല്ലാം ഒരേ ജേർണലിനകത്ത് കാണിച്ച് നമുക്ക് എൻട്രീസ് ഇട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് ചില ട്രാൻസാക്ഷൻസ് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് മാത്രം ഇവിടെ കൊണ്ടുവരാം. അപ്പൊ ജേർണലിന്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. ജേർണൽ പലതരത്തിലുണ്ട്, അല്ലെ? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി പലതരത്തിലുണ്ട്. നമ്പർ 1 നമ്മളുടെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി നമ്മൾ നോക്കുവാണെങ്കിൽ അതാണ് ജേർണൽ. ജേർണൽ പ്രോപ്പർ എന്ന് വിളിക്കും. ജേർണൽ പ്രോപ്പർ. ഓക്കെ, അത് ആദ്യത്തെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. രണ്ടാമത്തെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് പർച്ചേസസ് ബുക്ക്. എന്താണ് പർച്ചേസസ് ബുക്ക്? നമ്മളുടെ കമ്പനി ക്രെഡിറ്റ്, ദാറ്റ് ഈസ് കടം പറഞ്ഞ് സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ, എന്ത് സാധനങ്ങള്? ഗുഡ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഗുഡ്സ് എന്താണ്. അതിനകത്ത് ഡൗട്ട് ആർക്കും വരാൻ പാടില്ല. ഒന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം. ഓക്കെ അല്ല? സോ ഞാൻ പറയുന്നത് എന്താണ് പർച്ചേസ് ബുക്ക്? എന്റെ ബിസിനസ് എന്തെങ്കിലും തരത്തിലെ ക്രെഡിറ്റ് പർച്ചേസസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് ആയിട്ടുള്ള പർച്ചേസസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഓഫ് ഗുഡ്സ്, ഓക്കെ അല്ലെ? അതൊക്കെ പോകുന്നത് എവിടെ ആയിരിക്കും? എനിക്ക് വേണമെങ്കിൽ ആ പറയുന്ന ട്രാൻസാക്ഷൻസ് മൊത്തം ഒരു പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്ന ബുക്കിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ അല്ലെ? സോ അതാണ് ആദ്യത്തെ സംഭവം. ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് എനിക്ക് പർച്ചേസ് ബുക്ക് എന്ന് പറയുന്ന ഒരു ജേർണലിന്റെ ടൈപ്പിലോട്ട് കൊണ്ടുപോകാം. എനിക്ക് അതേപോലെ തന്നെ സെയിൽസ് ബുക്ക് എന്ന് പറയുന്ന വേറെ ഒരു ബുക്കും കൂടെ ഉണ്ട്. പർച്ചേസ് ഡേ ബുക്ക് എന്നും പറയും, സെയിൽസ് ഡേ ബുക്ക് എന്നും പറയും, അല്ല സെയിൽസ് ബുക്ക് എന്നും പറയും. ഇത് ക്രെഡിറ്റ് ആയിട്ട് കടം എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ വിൽക്കുന്നു. എന്ത് വിൽക്കുന്നു? ഗുഡ്സ് വിൽക്കുന്നു. എന്റെ കമ്പനി കടം കൊടുത്തിട്ട് ഗുഡ്സ് വിൽക്കുന്നു, ക്രെഡിറ്റ് സെയിൽസ്. അതിന്റെ ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സെയിൽസ് ബുക്ക്. ഓക്കെ അല്ലെ? പിന്നെ വരുന്നതാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്താണ്? എന്റെ സ്ഥാപനത്തിൽ ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് എല്ലാം, കാശിന്റെ വരവ്, കാശിന്റെ പോക്ക് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. സോ ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഓക്കെ അല്ലെ? ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ലാതെ വേറെ ഒന്നും ഇവിടെ നമ്മൾ എടുക്കുന്നില്ല. ക്ലിയർ അല്ല? സോ ഇതാണ് നമ്മളുടെ ക്യാഷ് ബുക്ക്. അത് കഴിഞ്ഞ് വരുന്നതാണ് പർച്ചേസസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗുഡ്സ് മേടിച്ചല്ലോ, ആ ഗുഡ്സ് മേടിച്ചിട്ട് അത് ഡിഫക്റ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് അത്രയും ക്വാളിറ്റി ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ആ ഗുഡ്സിനെ തിരിച്ചു കൊടുക്കും. ആ തിരിച്ചു കൊടുക്കുന്ന സംഭവം മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്സിനെയാണ് നമ്മൾ പർച്ചേസസ് റിട്ടേൺ ബുക്ക് എന്ന് പറയും. ഓക്കെ അല്ലെ? സോ എന്തെങ്കിലും ഗുഡ്സ് നമ്മൾ മേടിച്ചിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യും. അതേപോലെ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് ഒരു സാധനമുണ്ട്, സെയിൽസ് റിട്ടേൺ ബുക്ക്. അപ്പൊ നമ്മൾ സാധനങ്ങൾ വിറ്റു, നമ്മൾ അങ്ങോട്ട് വിറ്റ ഗുഡ്സിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ വന്നാൽ നമ്മളുടെ അടുത്തുനിന്ന് അത് മേടിച്ചുകൊണ്ട് പോയവർ നമുക്ക് തിരിച്ചു തരുമ്പോഴാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്നറിയുന്നത്. എന്നിട്ട് നമ്മളുടെ അടുത്ത് ബിൽസ് റിസീവബിൾ ബുക്ക് ഉണ്ട്. ഓക്കെ, ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തുനിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയ ആള് നമ്മൾ ഇങ്ങോട്ട് കാശ് തരണമല്ലോ. അപ്പൊ ആ പറയുന്ന ആളിന്റെ ട്രാൻസാക്ഷൻസും പുള്ളിയുടെ ഡീറ്റെയിൽസും മാത്രം റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് അതേപോലെ തന്നെ ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്ന ഒരു വേറെ ബുക്ക്. ഈ പറയുന്ന ബുക്സ് എല്ലാം ജേർണൽ എന്ന് പറയുന്ന ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അതിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ,
അപ്പൊ ഞാൻ പറയാം ഒന്നുകൂടെ, നമ്മൾ ഈ പഠിച്ച സംഭവത്തിന്റെ മീനിങ് എന്ന്, ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിനകത്ത് ഉണ്ടാക്കാൻ വരില്ല, ബട്ട് തിയോറിറ്റിക്കലി പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. എന്റെ കമ്പനിയിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എനിക്ക് വേണമെങ്കിൽ ഒരു ജേർണലിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് മുമ്പോട്ട് പോവാം. ഓക്കെ അല്ലെ? ഞാൻ മഷീൻ മേടിച്ചു, ജേർണലിനകത്ത് ഇടാം. ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തെങ്കിലും ജേർണലിനകത്ത് ഇടാം. ഞാൻ സാധനങ്ങൾ ക്യാഷിൽ മേടിക്കുന്നു, വിൽക്കുന്നു, ജേർണലിനകത്ത്. സോ എനിക്ക് വേണമെങ്കിൽ എന്റെ ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ് മൊത്തം ഒരു ജേർണലിനകത്ത് അങ്ങ് റെക്കോർഡ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ജേർണലിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് പോവാം. ബട്ട് എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ആ ഒരു സ്പ്ലിറ്റ് വേണം. എനിക്ക് പല ബുക്സിൽ കാണിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റിൽ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ, കടം പറഞ്ഞ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻസ് മാത്രം ഒരു ബുക്കിൽ. ആ ബുക്കിന്റെ പേരാണ് പർച്ചേസസ്. ക്രെഡിറ്റിൽ സാധനങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ, കടം കൊടുത്ത് സാധനങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻസ് മാത്രം വേറൊരു ബുക്കിൽ, അതിന്റെ പേരാണ് സെയിൽസ്. ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് മാത്രം ഒരു ബുക്കിൽ, അതിനെ വിളിക്കുന്നതാണ് ക്യാഷ്. നമ്മൾ സാധനം മേടിച്ചപ്പോൾ അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു, അതിനെ നമ്മൾ റിട്ടേൺ ചെയ്തു, അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് മാത്രം വേണമെങ്കിൽ എനിക്ക് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ഇടാം. ആൻഡ് ഞാൻ വിറ്റ സാധനം ആരെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സെയിൽസ് റിട്ടേൺ ബുക്ക് ഇടാം. നമുക്ക് കാശ് മേടിക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അവർ നമുക്ക് ബിൽസ് റിസീവബിൾ ബുക്കിനകത്ത് കാണിക്കാം. ആൻഡ് നമ്മൾ കാശ് കൊടുക്കാനുള്ളവരാണെങ്കിൽ നമുക്ക് ബിൽസ് പേയബിൾ ബുക്കിനകത്ത് കാണിക്കാം. ഓക്കെ അല്ലെ? പിന്നെ ഇവിടെ എങ്ങും പെടാത്ത ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ബുക്സിൽ കാണിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ജേർണലിനകത്ത് കൊണ്ടുപോകും. അപ്പൊ പണി എവിടെ കൂടത്തേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ പല ബുക്സും ഉണ്ടാക്കണം, അതിന്റെ കൂടെ തന്നെ ജേർണലും ഉണ്ടാവും. ബാക്കി ബുക്സിൽ വരാത്ത ട്രാൻസാക്ഷൻസ് ഒക്കെ ആയിരിക്കും ജേർണൽ പ്രോപ്പർ എന്നുള്ള ഒരു ബുക്കിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇതൊന്നും വേണ്ട, ഇത്രയും മെനക്കെടാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ചില കമ്പനീസ് നേരെ ജേർണൽ എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്ത് തന്നെ എല്ലാം റെക്കോർഡ് ചെയ്തും കൊടുക്കുക. ഓക്കെ അല്ലെ? ഇതിനെയാണ് ബുക്ക് ഓഫ് ഒറിജിനൽ റെക്കോർഡ് ചെയ്യാനും ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ജേർണലിനകത്ത് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ക്ലിയർ അല്ല? സോ ഇതാണ് നമ്മുടെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ആ സംഭവത്തിന്റെ ഒരു തിയോറിറ്റിക്കൽ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ജേർണൽ ഉണ്ടാക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജേർണൽ ഉണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലെഡ്ജർ ഉണ്ടാക്കും. അതും കഴിഞ്ഞിട്ട് നമ്മൾ എന്തുണ്ടാക്കും? ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. അപ്പൊ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഈ 3 പണി നമ്മളുടെ ട്രയൽ ബാലൻസിലൂടെ കവറപ്പ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നവർ. ആൻഡ് അതിനെ വിളിക്കുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. ഓക്കെ അല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്താണ് അതിന്റെ സ്റ്റോറി എന്ന്. അപ്പം ഒരു വർഷം മൊത്തം തീരും. ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ റൺ ചെയ്തു. 31st മാർച്ച് ഓക്കെ ആയപ്പോ തന്നെ, ആ ഒരു ഡേറ്റ് തീർന്നപ്പോ തന്നെ നമ്മൾ ആ പറയുന്ന ലെഡ്ജറും ലെഡ്ജർ ക്ലോസ് ചെയ്തു. എല്ലാ ലെഡ്ജറും ബാലൻസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ലെഡ്ജർ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലാ ലെഡ്ജറും 31st മാർച്ചിൽ നമ്മൾ ബാലൻസ് ചെയ്തെടുത്തു. ഓക്കെ, നോമിനൽ അക്കൗണ്ട് മാത്രം ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കി എല്ലാം നമ്മൾ ബാലൻസ് ചെയ്തു. എന്നിട്ട് നമ്മൾ 31st മാർച്ചിന്റെ ഡേറ്റിന്റെ കണക്കിൽ വെച്ച് നമ്മുടെ സമ്മറൈസിംഗ് സംഭവമായ ട്രയൽ ബാലൻസ് ഉണ്ടാക്കി. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിടക്കേണ്ട സംഭവം ആണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്. ഓക്കെ അല്ലെ? പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ അല്ലെ? സോ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ഉണ്ടാക്കാറുണ്ട്. ഓക്കെ അല്ലെ? സോ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്. എന്താണ് ഈ 3 അക്കൗണ്ട്? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്റെ ഫാക്ടറിയിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റെ ഫാക്ടറിയിൽ ഗുഡ്സ് ഉണ്ടാക്കും. ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെലവ് ഫാക്ടറി ലെവലിൽ വന്നു? എന്തൊക്കെ ചെലവായിരിക്കും ഫാക്ടറി ലെവലിൽ വരിക? സാധനം മേടിക്കുന്ന ചെലവ്, ഫാക്ടറിയുടെ സ്റ്റാഫിന് കൊടുക്കുന്ന വേജസ്, ഫാക്ടറിക്ക് വേണ്ടി മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. ഓക്കെ അല്ലേ? സോ എന്തൊക്കെ ചെലവ് എനിക്ക് ഫാക്ടറി ലെവലിൽ വരുന്നുണ്ടോ
ആ പറയുന്ന എക്സ്പെൻസസും ആ ഇവിടുത്തെ ഇൻകംസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? സോ അതിന്റെ അക്കൗണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? സോ അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ വെച്ച് നോക്കുവാണെങ്കിൽ ഡെബിറ്റ് സൈഡ് എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്? എല്ലാ തരം എക്സ്പെൻസും റെക്കോർഡ് ചെയ്യും. നമ്മൾ റൂൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സോ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, എല്ലാ തരം എക്സ്പെൻസും ലോസും ഡെബിറ്റിലാണ് കാണുന്നത്. ആൻഡ് ക്രെഡിറ്റ് സൈഡ് നമ്മൾ എല്ലാ തരം ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്സ് കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. ഞാൻ സാധനങ്ങൾ മേടിക്കുന്നു, ഞാൻ പർച്ചേസ് ചെയ്യുന്നു, അതെവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഞാൻ ഗുഡ്സ് വിൽക്കുന്നു, സെയിൽസ് ചെയ്യുന്നു, അതെവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ഞാൻ വേജസ് കൊടുക്കുന്നു, എന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ശമ്പളം കൊടുക്കുന്നു, അതെവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. എന്റെ ഫാക്ടറിക്ക് വേണ്ടി എനിക്ക് ഓയിൽ, ഗ്യാസ് അങ്ങനത്തെ സംഭവങ്ങളുടെ ആവശ്യമുണ്ട്, അതെവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ബിക്കോസ് അത് ചെലവാണ്. ഓക്കെ അല്ലേ? ഈ ഡെബിറ്റിലെ എക്സ്പെൻസും ക്രെഡിറ്റിലെ ഇൻകംസും ഞാൻ കാണിച്ചിട്ട് ഈ പറയുന്ന അക്കൗണ്ടിനെ ഞാൻ ബാലൻസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ്. ഇപ്പം ക്രെഡിറ്റ് ആണ് കൂടുതൽ, ദാറ്റ് ഈസ് ഇൻകം സൈഡ് ആണ് കൂടുതലെങ്കിൽ ബേസിക് ആണ്, എനിക്ക് പ്രോഫിറ്റ് കിട്ടും. ആൻഡ് ആ പ്രോഫിറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകും. അടുത്ത അക്കൗണ്ടിനെ വിളിക്കുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ അല്ലെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മുടെ അടുത്ത അക്കൗണ്ട്. അവിടെ ഈ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കണം, എവിടെയാണോ ട്രേഡിംഗ് അക്കൗണ്ട് തീരുന്നത് അവിടെ നിന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്നത്. ഓക്കെ അല്ല? ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താണ് കാണിക്കുക? ഫാക്ടറി ലെവലിൽ ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ വന്ന ചെലവും കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ ഓഫീസ് ലെവലിലെ ചെലവും സെയിൽസ് ലെവലിലെ ചെലവും കാര്യങ്ങളും കാണിക്കുന്ന എവിടാണ്? P&L അക്കൗണ്ട്. എന്റെ ഓഫീസിന്റെ സ്റ്റാഫിന് ഞാൻ സാലറി കൊടുക്കുന്നു, അതിവിടെ വരും. ഞാൻ എന്റെ ബിൽഡിംഗിന് റെന്റ് കൊടുക്കുന്നു, അതിവിടെ വരും. ഞാൻ എന്റെ ബിസിനസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതിവിടെ വരും. ഓക്കെ അല്ലേ? ഞാൻ എന്തെങ്കിലും സെയിൽസിന്റെ എക്സ്പെൻസ് നടത്തിയിട്ടുണ്ട്, വിൽക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വരും. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ പലതരത്തിലെ ഇൻകംസ് വരും. എന്തൊക്കെ ഇൻകം ആണ് ഒരു കമ്പനി ഉണ്ടാക്കുക? ഇപ്പൊ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അവിടെ നിന്ന് കൊണ്ടുവരും. അതല്ലാതെ ഇപ്പം കമ്പനിക്ക് റെന്റ് കിട്ടി, സോ റെന്റ് റിസീവ്, എന്തെങ്കിലും തരത്തിലെ റെന്റ് കിട്ടി, അതൊക്കെ ഇവിടെ വരും. അപ്പൊ കമ്പനിക്ക് വരുമാനങ്ങളൊക്കെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, P&L അക്കൗണ്ടിന്റെ, ചെലവുകളൊക്കെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എന്നിട്ട് ഈ വരുമാനവും ചെലവും എല്ലാം മൈനസ് ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് ആണ്. ലോസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് നെറ്റ് ലോസ്. ഓക്കെ അല്ലെ? സോ ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ്, നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ്. ഓക്കെ അല്ലെ? സോ P&L അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിന്റെയും ബേസിക് ആണ് പറഞ്ഞു തന്നെ. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. എക്സാമിനകത്ത് നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല. നമുക്ക് കമ്പനി ലെവലിൽ പഠിക്കാനുണ്ട്, അത് അടുത്ത ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാം. ഇപ്പൊ ബേസിക് ആയിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലെ? ഇത് കഴിഞ്ഞ്, ഇത് നിങ്ങളുടെ ബുക്കിലില്ല, പക്ഷെ ഞാൻ അതൊന്ന് പറഞ്ഞു തരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടിനെയാണ് വിളിക്കുക P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താണ് ഈ അപ്രോപ്രിയേഷൻ എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതിന്റെ കൂടെ തന്നെ വേറെ ഒരു വാക്കിന്റെ അർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കാം, ചാർജ്. അപ്രോപ്രിയേഷനും ചാർജും ആ വ്യത്യാസം ശ്രദ്ധിച്ച് കേട്ടോ. ചാർജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചില തരത്തിലെ ട്രാൻസാക്ഷൻസ് ആണ്. ഈ ട്രാൻസാക്ഷൻസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ പ്രോഫിറ്റ്. ഓക്കെ? ഈ ട്രാൻസാക്ഷൻസിന് പ്രോഫിറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഈ ട്രാൻസാക്ഷൻസ് ഫുൾഫിൽ ചെയ്യണം. എക്സാമ്പിൾ, എന്റെ സ്റ്റാഫിന് സാലറി കൊടുക്കണം. എനിക്ക് സ്റ്റാഫിനോട് പറയാൻ പറ്റില്ല ഇത്തവണ നമുക്ക് ലോസ് ആണ്, അതുകൊണ്ട് സാലറി തരാൻ പറ്റത്തില്ല. സാലറി കൊടുക്കേണ്ടത് നിയമപരമായിട്ടുള്ളൊരു സംഭവം. അതിന്റെ കൂടെ തന്നെ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു, ആ ലോണിന് ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കണം, പലിശ കൊടുക്കണം. ഈ പലിശ ഞാൻ ബാങ്കുകാരോട് പോയി പറയുന്നു, സാറേ ഈ വർഷം ലോസ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പലിശ തരാൻ പറ്റില്ല, അവർ സമ്മതിച്ചു തരത്തില്ല. അതേപോലെ ഇൻഷുറൻസ് എടുത്തു, ഇൻഷുറൻസ് എടുത്തെങ്കിൽ അതിന്റെ പ്രീമിയം അത് പേ ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലേ? ലോസ് ആണെങ്കിലും പേ ചെയ്യണം. സോ ചാർജ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് എന്താണ്?
ഈ ട്രാൻസാക്ഷൻ നമ്മുടെ ഡെയിലി ട്രാൻസാക്ഷൻസ് ആണ്. സാലറി, വാടക, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റിയുടെ ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, ഗവൺമെന്റിന് കൊടുക്കേണ്ട ചാർജസും കാര്യങ്ങളും. ഇതൊന്നും എനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് അല്ല. എനിക്ക് ലോസ് ആണേലും എനിക്ക് ട്രാൻസാക്ഷൻസ് കൊടുത്തിരിക്കണം, മാൻഡേറ്ററി ആണ്. ഓക്കെ അല്ലേ? സോ ഈ ട്രാൻസാക്ഷൻസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ പ്രോഫിറ്റ്. ഈ ട്രാൻസാക്ഷൻസ് പ്രോഫിറ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ അല്ലേ? എന്നാൽ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്ന ട്രാൻസാക്ഷൻസ് ദേ ഡിപ്പെൻഡ് ഓൺലി ഓൺ പ്രോഫിറ്റ്. ഈ ട്രാൻസാക്ഷൻസിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് ഇവരോട് ഇത്തവണ പറയാം, ഇത്തവണ പ്രോഫിറ്റ് ഇല്ല, സോറി നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അങ്ങനത്തെ ടീംസും ഉണ്ട്. അവരാരാ? ഡിവിഡൻഡുകാര്. അറിയാമല്ലോ, കേട്ടിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. ഡിവിഡൻഡ് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡർ അല്ലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, അവർക്ക് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സംഭവത്തിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. എനിക്ക് ഈ വർഷം ലോസ് ആണെങ്കിൽ എനിക്ക് എന്റെ ഷെയർ ഹോൾഡേഴ്സിനോട് പറയാം, സാറേ ഈ വർഷം ഡിവിഡൻഡ് തരാൻ പറ്റില്ല, ലോസ് ആണ്. ആൻഡ് നിയമപരമായിട്ടും അതിനെ വാലിഡിറ്റി തരുന്നുണ്ട്. പ്രോഫിറ്റിന്റെ കേസിലാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ ഡിവിഡൻഡ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ പ്രോഫിറ്റിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ വരത്തില്ല. ബട്ട് ഇൻട്രസ്റ്റ്, സാലറി, റെന്റ്, ഇൻഷുറൻസ്, ഈ ട്രാൻസാക്ഷൻസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഫുൾഫിൽ ചെയ്യാതെ വേറെ വഴിയില്ല. ഓക്കെ അല്ലെ? സോ ഇതാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ? P&L അപ്രോപ്രിയേഷനിൽ നമ്മൾ കാണിക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മുടെ ഡിവിഡൻഡ് പേയ്മെന്റ്. എന്തെങ്കിലും തരത്തിലെ ഡിവിഡൻഡ് നമ്മൾ കൊടുത്താൽ, ഇപ്പൊ നമ്മൾ റിസർവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിന്റെ കുറച്ച് ഭാഗം റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. ജനറൽ റിസർവ്, ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്, അങ്ങനെ പല റിസർവ്സ് നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂള് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിന് വരാൻ പോകുന്ന ചാപ്റ്ററിൽ ഞാനും അത് ക്ലാരിഫൈ ചെയ്ത് തരാം. നമ്മൾ എന്തെങ്കിലും തരത്തില് റിസർവ്സിൽ കാശ് ട്രാൻസ്ഫർ, പ്രോഫിറ്റിന്റെ ഭാഗം ട്രാൻസ്ഫർ ചെയ്താൽ, ട്രാൻസ്ഫർ ടു റിസർവ്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്താണ് പറയാ? അപ്രോപ്രിയേഷൻ ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ അല്ലെ? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ട്രാൻസാക്ഷൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നു. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഇവരെ വിളിക്കുന്ന P&L അപ്രോപ്രിയേഷന്റെ ഭാഗം. പണ്ട് ഇങ്ങനായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. പണ്ടത്തെ ടൈമില് അവര് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കും, P&L അക്കൗണ്ട് ഉണ്ടാക്കും, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു കമ്പനിയുടെ അക്കൗണ്ട് ക്ലോസ് ആവുന്നത്. ഓക്കെ അല്ലേ? എന്നിട്ട് ഫൈനൽ പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാവും. ബട്ട് ഇപ്പൊ നമ്മുടെ കമ്പനീസ് ആക്ട് ആ ഫോർമാറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഒന്നിച്ചാണ്. അങ്ങനെ സ്പ്ലിറ്റപ്പ് ഇല്ല. കമ്പനിയുടെ പ്രോസ്പെക്റ്റിൽ സ്പ്ലിറ്റപ്പ് ഇല്ല. കമ്പനിയുടെ പ്രോസ്പെക്റ്റിൽ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. അതിനെ വിളിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അത്രേ ഉള്ളൂ. അതിനകത്ത് ട്രേഡിംഗിന്റെ സാധനങ്ങളും വരും, P&Lന്റെ സാധനങ്ങളും വരും, അപ്രോപ്രിയേഷന്റെ സാധനങ്ങളും വരും. മൂന്നും വരും. ഓക്കെ അല്ലേ? സോ ഇപ്പോഴത്തെ കമ്പനി അക്കൗണ്ട്സിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. ബട്ട് പണ്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ, ഒരു LLP അല്ലെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെ ഒരു സോൾ പ്രൊപ്രൈറ്റർ ഒക്കെ ആണെങ്കിൽ അവരിപ്പോഴും ഈ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടും അപ്രോപ്രിയേഷൻസും ഒക്കെ ചെയ്യാം. ഓക്കെ അല്ലെ? സോ ഇങ്ങനെയാണ് കാര്യവും സംഭവങ്ങളും പോകുന്നത്. സോ ഇതിലൂടെ നമ്മൾ നമ്മുടെ P&L അക്കൗണ്ട് ഉണ്ടാക്കി തീർക്കുന്നു. എന്നിട്ട് ആ വർഷം കഴിയും. ഓക്കെ അല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ട് അല്ല, അതിനെ വിളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതിന്റെ പേരാണ് ബാലൻസ് ഷീറ്റ്. എന്റെ ബിസിനസ്സിലുള്ള എല്ലാ തരം അസറ്റ്സും എല്ലാ തരം ലയബിലിറ്റീസും. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം മുതൽ, എനിക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടതോ അല്ല ഞാൻ ഹോൾഡ് ചെയ്യും. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്റെ ചുമതലകൾ, ഓക്കെ, എന്റെ ഒബ്ലിഗേഷൻസ്, ഞാൻ പേ ചെയ്ത് തീർക്കേണ്ട സമയം. സോ ഈ അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ല? ഇനിയും ഒരു ചെറിയ വ്യത്യാസം പറഞ്ഞുതരാം. ആൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബട്ട് അതൊന്ന് കേൾക്കണം. നമ്മൾ P&L അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ പൊതുവെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ താഴെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: ഫോർ ദി ഇയർ എൻഡഡ്, ഓക്കെ, 31 മാർച്ച് 2024. എന്നാൽ ബാലൻസ് ഷീറ്റിന്റെ കേസ് വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ആസ് ഓൺ 31 മാർച്ച് 2024. ഓക്കെ അല്ലെ? ഈ പറയുന്ന സംഭവം ഇത്തിരി ക്രൂഷ്യലാണ്. നമ്മൾ ഈ ഫോർ ദ ഇയർ എൻഡഡിന്റെ അർത്ഥം എന്താണ് ആൻഡ് ആസ് ഓണിന്റെ അർത്ഥം എന്താണെന്നാണ് ഈ സംഭവങ്ങളൊക്കെ പണ്ടത്തെ ടൈമിലൊക്കെ, ഇപ്പോഴും ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പണ്ടൊക്കെ ഒരു അക്കൗണ്ടന്റ് അല്ലെ CA-കാരന്റെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കാറുണ്ടായിരുന്നു എന്താണ് അതിന്റെ അർത്ഥം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ P&L അക്കൗണ്ട് ഉണ്ടാക്കുന്നത്
ഒരു ഫുൾ വർഷത്തിന്റെ കണക്ക് കൂട്ടലിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ പറയുന്നത് ഫോർ ദ ഇയർ. P&L എന്തിനു വേണ്ടി ഉണ്ടാക്കി? ആ ഒരു വർഷത്തിന് വേണ്ടി ഉണ്ടാക്കി. അതുകൊണ്ടാണ് അതിനെ ഫോർ ദ ഇയർ എന്ന് പറയുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റ് അങ്ങനല്ല. ബാലൻസ് ഷീറ്റ് നമ്മൾ 31 മാർച്ച് 2024 എന്ന് പറയുന്ന ദിവസം ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലെ? ആ ദിവസം, ആ ഒരു ദിവസം എൻ്റെ അടുത്ത് എന്തോരം അസറ്റ് ഉണ്ട്, ആ ഒരു ദിവസം എൻ്റെ അടുത്ത് എന്തോരൊക്കെ ലയബിലിറ്റീസ് ഉണ്ട്, അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഒരു ഫുൾ ഇയറിൽ, ഒരു 1 ഇയർ 2023-2024 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്തു നിന്ന് ഒരു 1 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിരുന്നു. ആൻഡ് ഈ ലോണിന് ഞാൻ ടെക്നിക്കലി 10,000 രൂപയുടെ പലിശ കൊടുത്തു. ഓക്കെ അല്ല, ഇൻട്രസ്റ്റ് കൊടുത്തു. റൈറ്റ്? അപ്പോ P&L അക്കൗണ്ടിൽ ഞാൻ എന്ത് കൊണ്ടുപോകും? P&L അക്കൗണ്ടിൽ ഞാൻ ഈ പറയുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എമൗണ്ട് ആയ 10,000 ആയിരിക്കും കൊണ്ടുപോകാൻ പോകുന്നത്. എന്റെ ചെലവായിട്ട് ഞാൻ കാണിക്കും. ഓക്കെ അല്ല? ഇനി 2023 മുതൽ 2024 വരെ 2023 മേടിച്ച ലോണാണ് 1 lakh. 31st മാർച്ച് 2024 ആയപ്പോ ആ ലോൺ ഇപ്പൊ എന്റെ അടുത്ത് ആകെ 50,000 ബാക്കിയുള്ളൂ. ബാക്കി 50,000 ഞാൻ പേ ഓഫ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ അല്ലേ? ബാലൻസ് ഷീറ്റിൽ ഞാൻ ഏത് ലോൺ ആയിരിക്കും കാണിക്കുക? ഞാൻ എടുത്ത ലോണായ 1 ലക്ഷം കാണിക്കണോ, അല്ലെങ്കിൽ ആ ഒരു ദിവസം ബാക്കിയുള്ള ലോണായ 50,000 കാണിക്കണം? ആൻസർ ഇസ് ആ ഒരു ദിവസം ബാക്കിയുള്ള ലോണായ 50,000 ആണ് കാണിക്കുക. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിന്റെ താഴെ ആസ് ഓൺ എന്ന്, ആസ് ഓൺ ആ ദിവസം. നമ്മൾ ആ ഫുൾ ഇയറിൽ എത്ര ലോൺ എടുത്തിട്ടുണ്ടോ അതിന്റെ ആവശ്യമില്ല. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പം 31st മാർച്ച് 2024 ആ ദിവസം എന്ത് ലോൺ ഉണ്ട് ബാക്കി അത്രയും എഴുതിയാണ് കൊടുത്തത്, അവിടെ കിടക്കും. ബട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എങ്ങനെയാ നമ്മൾ ചെയ്തത്? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ആ വർഷം മൊത്തം കൊടുത്ത പലിശ 10,000 മൊത്തം വന്നില്ലേ? അവിടെ ആ ദിവസം കൊടുത്ത 10,000 പലിശ അല്ലല്ലോ കാണിച്ചേ. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഫോർ ദ ഇയർ എന്ന് പറയുന്നത്. സംഭവം ഓക്കെ അല്ലേ എല്ലാവർക്കും? ബേസിക് സംഭവമാണ്, ബേസിക് ചെറിയ സംഭവമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ അല്ല? ഇതാണ് P&L ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ബേസിക് ആദ്യത്തെ സംഭവം. ഓക്കെ, ഇനിയും ഒരു സംഭവം, അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു വാക്കും, പിന്നെ അക്കൗണ്ട്സിനകത്ത് പലതരത്തിലെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാറ്. സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റിനകത്ത് ആദ്യം വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ്. പിന്നെ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഒരു അക്കൗണ്ട് അല്ല, ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ നിങ്ങൾ പഠിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? ഇത് മൂന്നും സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് മൂന്നും അക്കൗണ്ട് അല്ല. അപ്പൊ എന്താണ് ഒരു അക്കൗണ്ട്? അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പർച്ചേസസ് അക്കൗണ്ട് ഇതൊരു അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതൊരു അക്കൗണ്ട് ആണ്. ഓക്കെ അല്ലേ? സോ എന്താണ് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റും ഒരു അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം? സി, അക്കൗണ്ട് എന്ന് പറയുന്ന സാധനത്തിൽ ബാലൻസ് രണ്ടും ഈക്വൽ ആവണമെന്നില്ല, എന്തേലും ബാക്കി വരും. ഇപ്പൊ P&L അക്കൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ബാക്കി പ്രോഫിറ്റ് കാണും, അല്ലെങ്കിൽ എനിക്ക് ബാക്കി ലോസ് കാണും. പർച്ചേസ് അക്കൗണ്ട് ആണെങ്കിലും എൻ്റെ അടുത്തൊരു സൈഡ് കൂടുതലായിരിക്കും എപ്പോഴും. ഒരു സൈഡ് എപ്പോഴും അക്കൗണ്ടിനകത്ത് ജനറലി കൂടുതലായിരിക്കും. ഒത്തിരി റെയർ കേസുകളിൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവും. ഈക്വൽ ആയ അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട് അവിടെ ക്ലോസ് ആയി എന്നാണ് അർത്ഥം, ഒരു ബാലൻസും ഇല്ല. ഓക്കെ അല്ല? ബട്ട് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താ? ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് തന്നെ ബേസിക് ക്രൈറ്റീരിയ ആണ് ദാറ്റ് അത് ഈക്വൽ ആവുമെന്ന്. ഇപ്പൊ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എപ്പോഴും ഈക്വൽ ആവും. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എപ്പോഴും ഈക്വൽ ആവും. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് അതിനെ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ബാക്കി ഒന്നും തരത്തില്ല. സ്റ്റേറ്റ്മെന്റ് വെറും ഒരു പിക്ചർ കാണിക്കുന്നതേ ഉള്ളൂ ദാറ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്റെ സ്ഥാപനത്തിലെന്ന്. ഓക്കെ അല്ലേ? അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എനിക്ക് ബാക്കിയായിട്ട് ഒന്നും എക്സ്ട്രാ ഒന്നും തരാൻ പോകും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഈക്വൽ ആവുന്നുണ്ടോ? യെസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഈക്വൽ ആവുന്നുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് അസറ്റോ ഡെബിറ്റോ ക്രെഡിറ്റോ ഒന്നുമില്ല, ബട്ട് എന്നാലും അത് ഈക്വൽ ആവുന്നുണ്ട്. അതെങ്ങനെയാണ് ഈക്വൽ ആവുന്നത്? അത് നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട്. ഓക്കെ അല്ലേ? സോ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അസറ്റ് ലയബിലിറ്റി, ഈ അക്കൗണ്ടും സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. P&L ബാലൻസ് ഷീറ്റും തമ്മിൽ, P&L എത്ര ടൈപ്പ് ഉണ്ട്,
ആൻഡ് ഇപ്പൊ ഇതിങ്ങനെ കാണിക്കാറുണ്ടോ കമ്പനിയുടെ പ്രോസ്പെക്ട്, അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സംഭവം ഓക്കെ അല്ലേ? ഇവിടം വരെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് തിയറി കാര്യങ്ങൾ നോക്കാം. ബുക്ക് കീപ്പിംഗ് എന്താണ്? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം വെച്ച് നമ്മുടെ ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഈ മൂന്ന് കാര്യങ്ങളോട് ചേരുമ്പോൾ ആ സ്റ്റേജിനെ പറയുന്നതാണ് ബുക്ക് കീപ്പിംഗ്. ഈ സ്റ്റേജ് തീരുമ്പോഴാണ് അക്കൗണ്ടിങ് തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? സോ ആദ്യം നമ്മളുടെ സ്റ്റേജ് ആണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു സബ് പാർട്ടാണ് ബുക്ക് കീപ്പിംഗ്. അവിടെ ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ P&L ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നു. ആൻഡ് ആ സ്റ്റേജിനകത്താണ് ടെക്നിക്കലി അക്കൗണ്ടിങ്. അപ്പൊ ബുക്ക് കീപ്പിംഗ് എവിടെ തീരുന്നു അവിടെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്നത്. ഓക്കെ ഓക്കെ, സോ അതിന്റെ ബേസിക് സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് ഇതാണ്. സൈക്കിൾ എന്താണ്? നമ്മൾ ആദ്യം ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യും, എങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻ വരിക എന്നുള്ളത്. എന്നിട്ട് നമ്മൾ അതിനെ ജേർണലിനകത്ത് കാണിക്കും. എന്നിട്ട് നമ്മൾ അതിനെ ലെഡ്ജറിനകത്ത് കാണിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ നോക്കി. എന്തെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ക്ലോസിംഗ് എൻട്രി നടത്തും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്താണ് നമ്മുടെ P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരും. ഓക്കെ അല്ലേ? കമ്പനീസ് ആക്ടിന്റെ ഡെഫിനേഷൻ പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത് നമ്പർ 1. നമ്പർ 2 ബാലൻസ് ഷീറ്റ് വരും. നമ്പർ 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരും. ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്. ഈ 4 സാധനങ്ങൾ ചേരുമ്പോഴാണ് ഒരു കമ്പനിയുടെ പ്രൊസ്പെക്റ്റീവിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവര് അറിയപ്പെടും. ഓക്കെ അല്ലേ? സോ ഈ 4 ഐറ്റംസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സോ അതാണ് ഇതിന്റെ ബേസിക്സ്. ഇനി കുറച്ച് ടേംസിലോട്ട് കിടക്കാം. പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ട്രാൻസാക്ഷൻ എന്താണ്? ഒരു ട്രാൻസാക്ഷൻ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് ആണ്. ആ ഒരു സംഭവം നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? അത് സാധനം മേടിച്ചതാവാം, സാലറി കൊടുത്തതാവാം, എന്തെങ്കിലും. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ട്രാൻസാക്ഷൻ ടെക്നിക്കലി കാശിൽ ഡിസൈഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ. കാശ് കൊടുക്കണമെന്നില്ല, കാശ് കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ വേണമെന്നില്ല. ബട്ട് അത് കാശിൽ ഇൻവോൾവ് ആയിരിക്കണം. അതിനകത്ത് കാശ് വരണം, അല്ലെങ്കിൽ കാശ് ഫ്യൂച്ചർ ഡേറ്റിലാണെങ്കിലും പോകണം. ഉടനെ പോയില്ലേലും കുഴപ്പമില്ല, പക്ഷെ അത് കാശിലായിരിക്കണം അതിന്റെ റെക്കോർഡിംഗ് നടക്കുന്നത്. ഓക്കെ അല്ലേ? അതിനെ നമ്മൾ ഇവന്റ് എന്നും പറയും. ഇവന്റ് ടെക്നിക്കലി നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആ ഡേറ്റ് ഒക്കെയാണ് ആ ഇവന്റിനകത്ത് വരിക. ഗുഡ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഗുഡ്സ് എന്താണെന്നുള്ളത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കണേ. ഞാനൊരു വണ്ടി മേടിച്ചാൽ എന്റെ ബിസിനസിന് വേണ്ടി, കഴിഞ്ഞ ഗുഡ്സിന്റെ സെയിം സംഭവം തന്നെയാണ്. ഗുഡ്സിന്റെ അസറ്റിന്റെയും വ്യത്യാസം നിങ്ങൾ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അതേ സെയിം സംഭവം തന്നെയാണ്. ലോജിക് ഇത്രേ ഉള്ളു. ഞാനൊരു വണ്ടിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മറിച്ച് വിൽക്കാൻ വേണ്ടി ഞാൻ വണ്ടി മേടിക്കുവാണെങ്കിൽ അത് എനിക്ക് എന്താണ്? ഗുഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതെനിക്കൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ അല്ലേ? ഗുഡ്സ് മേടിക്കുന്നത്, സാലറി കൊടുക്കുന്നത്, ട്രാവലിംഗ് എക്സ്പെൻസ്, ബിസിനസ്സിന് കൊടുക്കുന്ന ചെറിയ ചെറിയ എക്സ്പെൻസസ്, അതൊക്കെ എന്ത് എക്സ്പെൻസസ് ആണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എന്നാൽ അസറ്റ് മേടിക്കുന്നു, ഒരു ബിൽഡിംഗ് മേടിക്കുന്നു, വലിയ മെഷീനറി മേടിക്കുന്നു, അങ്ങനത്തെ ഐറ്റംസ് മേടിക്കുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രോഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസസ്. പിന്നെ ലോസ്, അത് നെഗറ്റീവ് വരുമ്പോഴാണ് വരും. ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. മീനിങ് മനസ്സിലാക്കണേ. ഞാൻ എന്റെ സാധനം കൂടുതൽ വിൽക്കണമെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഞാൻ പറയുന്നു ദാറ്റ് 4 TV എടുക്കുന്നവർക്ക് 10% ഡിസ്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അവിടുത്തെ ഡിസ്കൗണ്ട് എന്തായിരുന്നു? സാധനത്തിൽ, ഗുഡ്സിലാണ്. ആരെത്ര എണ്ണം എടുക്കുന്നു അവർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടിലാണ് ഞാൻ കൊടുക്കുന്ന ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ അല്ലേ? എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് എന്താ? ഇപ്പൊ എനിക്ക് ഒരാൾ കാശ് തരാനുണ്ട്. ഞാൻ ആ പുള്ളിയോട് പറയുന്നു ദാറ്റ് നിങ്ങൾ കാശ് തരേണ്ട അടുത്ത മാസമാണ്. നിങ്ങൾ ഇന്ന് എനിക്ക് കാശ് തരുവാണെങ്കിൽ ഞാനൊരു 10% ഡിസ്കൗണ്ട്. ആദ്യത്തെ കേസിൽ ഞാൻ ഡിസ്കൗണ്ട് എന്തിലായിരുന്നു കൊടുത്തത്? ആ ആള് നമ്മളുടെ അടുത്തുനിന്ന് എന്തോരം സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, പുള്ളി എത്ര കൂടുതൽ ഐറ്റംസ് മേടിക്കുന്നു, അവത്തിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട കാശ് നേരത്തെ മേടിക്കാൻ വേണ്ടി അവരോട് ഞാൻ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുന്നു.
അപ്പൊ അവർ ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും എനിക്ക് കാശ് തരണ്ടേ. അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് എനിക്ക് കാശ് തന്നാൽ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട്. അതിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഗുഡ്സിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ട്, ഗുഡ്സിന്റെ എണ്ണത്തിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് റേറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ക്യാഷ് നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എന്താണ് നമ്മൾ നോക്കി, അസറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ടാഞ്ചിബിൾ അസറ്റ് നമുക്ക് തൊടാൻ പറ്റുന്ന ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ് അങ്ങനത്തത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എനിക്ക് തൊടാൻ പറ്റാത്തത് ലൈക്ക് ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് അങ്ങനത്തെ ഐറ്റംസ് വരും. കറണ്ട് അസറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് കാശായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നോൺ കറണ്ട് അസറ്റ് അത് ഒരു വർഷത്തിൽ കൂടുതൽ ടൈം എടുക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ചാപ്റ്റർ നിങ്ങളുടെ റേഷ്യോസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കും. ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാശ് എവിടെയെങ്കിലും നിക്ഷേപിക്കും. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാശ് സ്റ്റോക്ക് മാർക്കറ്റിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു വർഷത്തിന്റെ താഴെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ആൻഡ് ഒരു വർഷത്തിന്റെ കൂടുതൽ ടൈം പീരീഡിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഇനി വരുന്നതാണ് ഡെപ്റ്ററും ക്രെഡിറ്ററും. ആരാണ് ഈ ഡെപ്റ്റർ, ക്രെഡിറ്റർ? ഇവർ രണ്ടുപേരും സിമ്പിൾ ലോജിക്കിൽ നമ്മൾ വിചാരിക്കാനുള്ള എന്താ, ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് തരാനുള്ള ഒരാളാണ്. എന്തിന് കാശ് തരണം? ബിക്കോസ് നമ്മളുടെ അടുത്തുനിന്ന് പുള്ളി ഗുഡ്സ് കൊണ്ടുപോയി. അപ്പൊ സെയില് ചെയ്യുമ്പോൾ, നമ്മൾ സെയിൽസ് ചെയ്യുമല്ലോ, സെയിൽസ് ചെയ്യുമ്പോൾ അതിന്റെ കാശ് കിട്ടാനുണ്ടെങ്കിൽ അവരെയാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്റെ അടുത്തുനിന്ന് ഗുഡ്സ് മേടിച്ചുകൊണ്ട് പോയിട്ട് കാശ് തരാനുണ്ടെങ്കിൽ ആ ആൾ ആരാണ് നമുക്ക്? ഡെപ്റ്റർ. ഡെപ്റ്ററിനകത്ത് നല്ല ഡെപ്റ്റർ ഉണ്ട്. ദാറ്റ് മീൻസ് അവരാരും ഡിഫോൾട്ട് ചെയ്യില്ല, അവരുടെ കാശെല്ലാം സമയത്തിന് കിട്ടും. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡെപ്റ്റർ ഉണ്ട്. ദാറ്റ് മീൻസ് അവരിൽ നിന്ന് ചില ആൾക്കാർ ഡിഫോൾട്ട് ചെയ്തേക്കാം, ചിലപ്പോൾ സമയത്തിന് കാശ് തരാതിരിക്കും. ബാഡ് ഡെപ്റ്റ്സ് ഉണ്ട്, കാശ് തരാതെ പോകുന്നവരെയാണ് ബാഡ് ഡെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബേസിക് കാര്യമാണ്. ഫിക്ടീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് അസറ്റാണ്. കാരണം എനിക്കൊരു ചെറിയ നേട്ടം കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ബട്ട് ഇതെനിക്ക് വലിയ ബെനിഫിറ്റ് കൊണ്ടുതരുന്നു. പൊതുവെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. പൊതുവെ ഇപ്പൊ ഞാനൊരു മെഷീനറി മേടിച്ചാൽ എനിക്കത് അസറ്റ് അല്ലേ? അസറ്റാണ്. അതിന്റെ കൂടെ തന്നെ എനിക്ക് ആ മെഷീൻ സാധനം ഉണ്ടാക്കി തരത്തില്ല കച്ചവടം ചെയ്യാൻ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊണ്ടു തരുന്നുണ്ട് ആ അസറ്റ്. പക്ഷെ ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന അസറ്റ് എനിക്ക് ഒരു ബെനിഫിറ്റും കൊണ്ടു തരുന്നില്ല. സംഭവം എന്താന്ന് വെച്ചാൽ, എക്സാമ്പിൾ, ഞാനിപ്പോ എന്റെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഡിബെഞ്ചർ എന്താണെന്നറിയാലോ, ഒരു സെക്യൂരിറ്റി. അത് ഇഷ്യൂ ചെയ്യുന്നു. അത് ഞാൻ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് എന്തിനാണ് ഞാൻ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത്? ബിക്കോസ് കൂടുതൽ ആൾക്കാർ ആ ഡിസ്കൗണ്ട് വന്ന് കണ്ടിട്ട് എന്റെ കമ്പനിയിലെ ഡിബെഞ്ചർ വന്ന് മേടിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോ എനിക്ക് ആ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് ഞാൻ കൊടുത്ത ഡിസ്കൗണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊണ്ടു തന്നോ? ചെറുതായിട്ടൊരു ബെനിഫിറ്റ് കൊണ്ടു തന്നു. ദാറ്റ് ആ സമയത്ത് എന്റെ ഡിബെഞ്ചർ കുറച്ച് വിറ്റുപോയി എന്നുള്ളതാണ്. അത് വേറെ ബെനിഫിറ്റ് ഒന്നും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് എനിക്ക് അതിൽ നിന്ന് വേറെ ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നു. അങ്ങനത്തെ അസറ്റിനെയാണ് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈ അസറ്റ് ഞാൻ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് എനിക്ക് ആ തുടക്കത്തിൽ തരുന്ന ചെറിയൊരു ബെനിഫിറ്റ് അല്ലാതെ എനിക്ക് ലോങ് ടേമിൽ അങ്ങനെ വലിയ ബെനിഫിറ്റ് ഒന്നും തരാറില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ഒരു ടൈം പീരീഡ് എത്തുമ്പോൾ ഒക്കെ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ഇതെങ്ങനെയാ ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. വേസ്റ്റിംഗ് അസറ്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ അടുത്തൊരു ഗോൾഡ് മൈൻ ഉണ്ടെന്ന് വെച്ചു. ഈ ഗോൾഡ് മൈനിനകത്തുനിന്ന് ഞാൻ ഗോൾഡ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്തു. എപ്പോഴും അൺലിമിറ്റഡ് ഗോൾഡ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എനിക്ക് ആ മൈനിനകത്തുനിന്ന്. ഒരു ടൈം എത്തും ആ മൈനിനകത്തുള്ള ഗോൾഡ് എല്ലാം ഞാൻ എക്സ്ട്രാക്ട് ചെയ്യും. പിന്നെ ആ മൈൻ ഒന്നിനും കൊള്ളത്തില്ല. ആ ഒന്നിനും കൊള്ളാത്ത സംഭവത്തിനെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മൈൻ, ഒരു ക്വറി, ഒരു ചെറിയ ഓയിലിന്റെ വെല്ലുണ്ടെന്ന് വെച്ചോ, അതിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട മിനറൽസിന് ഒരു പരിധിയുണ്ട്. ആ മിനറൽ എടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന മൈൻ, ആ ഗുഹയ്ക്കൊന്നും ഒരു വിലയില്ല. അതുകൊണ്ടാണ് അവരെ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലയബിലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട കാശൊക്കെ ഉള്ളതാണ് കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ കൂടുതൽ ടൈം എടുക്കുന്നതിനാണ് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇതുവരെ കടം ആയിട്ടില്ല. ഓക്കെ, ബട്ട് ആയേക്കാം. എക്സാമ്പിൾ, എനിക്ക് കോടതിയിൽ ഒരു കേസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് എന്റെ കമ്പനി തോറ്റാൽ എനിക്ക് 1 കോടി രൂപയുടെ പിഴ വരും. അപ്പൊ അത് വന്നേക്കാം, തോറ്റാൽ മാത്രം. പക്ഷെ അന്ന് വരെ അത് എനിക്ക് എന്താണ്, ഒരു കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് ഞാൻ ബാലൻസ് ഷീറ്റിൽ കാണിക്കോ, ബാലൻസ് ഷീറ്റിന്റെ അകത്ത് കാണിക്കില്ല. ബാലൻസ് ഷീറ്റിന്റെ താഴെ
ഒരു ഫുട് നോട്ടായിട്ട് ഞാൻ എഴുതി വെക്കും ദാറ്റ് എന്റെ കമ്പനിക്ക് ഒരു കേസ് ഉണ്ട്, ആ കേസ് തോറ്റു കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ പിഴ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പൊ അവിടെ ടെക്നിക്കലി ആ ഒരു സംഭവം ഇതുവരെ ലയബിലിറ്റി ആയിട്ടില്ല, ആയേക്കാം. ഓക്കെ അല്ലേ? അതിനെയാണ് വിളിക്കുക കണ്ടിൻജന്റ് ലയബിലിറ്റി. ക്യാപിറ്റൽ നമ്മൾ പഠിച്ചിരുന്നു, ഓണർ കൊണ്ടുവരുന്ന കാശ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ എടുത്തുകൊണ്ട് പോകുന്ന കാശ്. ഓക്കെ അല്ലെ? നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനിയുടെ അസറ്റിൽ നിന്ന് ലയബിലിറ്റി മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എന്തോരും വർത്ത് എക്സ്ട്രാ ഉണ്ട്. ആൻഡ് ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് മേടിച്ചേക്കുക, ആൻഡ് നമ്മൾ ഇതുവരെ അതിന്റെ കാശ് അവർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവരെ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഇവരുടെ നിന്ന് കാശ് കടം മേടിച്ചതല്ല കേട്ടോ. ഞാൻ എന്താണ് ഇവരുടെ നിന്ന് കടം മേടിച്ച? ഗുഡ്സ് കടം മേടിച്ചു. ക്ലിയർ അല്ലേ? ഡെപ്റ്റർ എന്റെ അടുത്തുനിന്ന് എന്താണ് കടം മേടിച്ച? ഗുഡ്സ് കടം മേടിച്ചു. അവർ എന്റെ അടുത്തുനിന്ന് കാശല്ല കടം മേടിച്ച, ഗുഡ്സ് ആണ്. ഇവിടെയും ഗുഡ്സ് അല്ലെ സർവീസ് ആണ് ഇവര് കടം മേടിച്ചത്. വേർഡ്സ് എല്ലാം ക്ലിയർ ആണോ? വാക്കുകളെല്ലാം ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്പെഷ്യലി ഫിക്ടീഷ്യസ് അസെറ്റ്സ്, വേസ്റ്റിംഗ് അസെറ്റ്സ്, അതൊക്കെ മനസ്സിലായോ? ഓക്കെ. ആൻഡ് നമ്മുടെ ബുക്സ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിയുമ്പോൾ അത് മിനിമം 2 അക്കൗണ്ടിൽ അതിന്റെ ഇമ്പാക്ട് ഏതായാലും വന്നിരിക്കും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ജേർണൽ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിരുന്നു. ആൻഡ് ഡബിൾ എൻട്രിയുടെ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും ഒക്കെയാണ്. ഡബിൾ എൻട്രി ആകുമ്പോൾ നല്ലതാണ്, ബിക്കോസ് എനിക്ക് എറേഴ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റും, തെറ്റ് അധികം സംഭവിക്കില്ല. ബട്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഇച്ചിരി ടെക്നിക്കലാണ്. റൂൾസ് അറിഞ്ഞിരിക്കണം. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, അങ്ങനത്തെ കുറെ റൂൾസും കാര്യങ്ങളും ഒക്കെ ഒരു ലിമിറ്റേഷൻ ആണ്. ഇച്ചിരി ടെക്നിക്കലാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആൾക്കാരെ വെക്കണം, അക്കൗണ്ട്സ് അറിയുന്ന ആൾക്കാരൊക്കെ വേണം. അതുകൊണ്ട് അത് ഇച്ചിരി ചിലപ്പോൾ ഒക്കെ എക്സ്പെൻസീവ് ആയേക്കാം. ഈ അക്കൗണ്ടിങ്ങിന്റെ കുറെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യം ഡീപ്പായിട്ട് പഠിക്കേണ്ട, ബട്ട് അതായിട്ട് വന്നേക്കാം, തിയോറി ആയിട്ട് ചോദിച്ചേക്കാം. ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് അക്രൂവൽ കോൺസെപ്റ്റ്. അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്താൽ അതിന്റെ റെക്കോർഡിംഗ് ഇപ്പം നടന്നിരിക്കും. കാശ് കിട്ടിയോ കിട്ടിയില്ലയോ അതിലോട്ടൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യണ്ട എന്നാണ് അക്രൂവൽ കോൺസെപ്റ്റ്. അപ്പൊ നമ്മളൊരു ട്രാൻസാക്ഷൻ ഇന്ന് ചെയ്തു, ഞാനൊരു സാധനം വിറ്റു, പക്ഷെ എനിക്ക് അയാൾ കാശ് തന്നില്ലെങ്കിലും ഞാൻ അതിനെ ഇന്നത്തെ ഡേറ്റിൽ സെയിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലെ? സോ അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നത് ട്രാൻസാക്ഷൻ ചെയ്തെങ്കിൽ റെക്കോർഡ് ചെയ്യണം, അല്ലാതെ കാശിന്റെ സംഭവത്തിലോട്ട് കടക്കേണ്ട ആവശ്യമില്ല. അടുത്താണ് കൺസർവേറ്റിസം. കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത് ദൂരെ നിന്നൊരു നഷ്ടം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കിക്കോ എന്നാണ് പറയുന്നത്. അപ്പൊ കണ്ടിൻജന്റ് ലയബിലിറ്റി ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എനിക്കൊരു കേസ് കോടതിയിലുണ്ട്, അത് ജയിക്കുവോ തോക്കുവോ എന്ന് എനിക്കറിയില്ല, ബട്ട് തോറ്റാൽ 1 കോടി രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ ദൂരെ നിന്ന് ഞാനൊരു നഷ്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ അത് വന്നാൽ എനിക്കതൊരു വലിയ പ്രശ്നമല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അതിനെ ഇന്ന് തന്നെ എന്റെ ബാലൻസ് ഷീറ്റിന്റെ താഴെ ഒരു ഫുട് നോട്ടിൽ എഴുതി അറിയിക്കുന്നു, എല്ലാരെയും ഞാൻ കാണിക്കുന്നു. സോ കൺസർവേറ്റിസം ഒരു പേടിയുള്ള ഒരു ആളിന്റെ പോലെ ചിന്തിക്കണം. ദൂരെ നിന്നൊരു ലോസ് വരുമ്പം നിങ്ങൾ അതിനെ ഇപ്പോഴേ എന്തേലും ചെയ്ത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ അല്ലേ? എന്നാൽ ദൂരെ നിന്ന് നിങ്ങൾ ഒരു പ്രോഫിറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് വരുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്യല്ലെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ലോസ് വരാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ ഇന്ന് പ്രിഡിക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനു വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലും നടപടികൾ എടുക്കണം, അക്കൗണ്ട്സിനകത്ത് അതൊക്കെ കാണിക്കണം. ബട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു നേട്ടം, ഒരു പ്രോഫിറ്റ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കല്ലേ. ആ പ്രോഫിറ്റ് നിങ്ങളുടെ അടുത്ത് എത്തുന്നത് വരെ നിങ്ങൾ അത് ബുക്കിൽ കാണിക്കല്ലെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ? കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട്സിന്റെ മെത്തഡ് യൂസ് ചെയ്യുമ്പോൾ ആ മെത്തഡ് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ വർഷവും സെയിം ആയിട്ട് തന്നെ കൊണ്ടുപോകണം. ഓക്കെ അല്ലെ? അല്ലാതെ എപ്പോഴും മെത്തഡ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് ശരിയല്ല. ഇക്കണോമിക് എൻറ്റിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ദാറ്റ് ഓണർ ആൻഡ് ഓണറിന്റെ ബിസിനസ്സും അക്കൗണ്ട്സിന്റെ പ്രോസ്പെക്റ്റീവിൽ വേറെ വേറെയാണ്. ഓക്കെ അല്ലെ? അതുകൊണ്ടാണ്. അപ്പോ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എന്റെ ബികോം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയപ്പോൾ എന്നോട് ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം, അവിടെ ആകെ ഒരു ചോദ്യം ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്? അപ്പൊ അത് ചോദിച്ചത് എങ്ങനെയാണ്? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കടമല്ലേ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണറിന്റെ കാശല്ലേ, അപ്പൊ അത് എന്തുകൊണ്ടാണ് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്? അതിന് ഉത്തരം ഇത്രേ ഉള്ളൂ. ബിക്കോസ് ഓണർ എന്ന് പറയുന്ന ഒരാള് ആ ബിസിനസ് എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് വേണ്ടി പുറത്തെ ഒരാളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടും വേറെ വേറെയാണ്. ഈ ഒരു കോൺസെപ്റ്റ് കാരണമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ
ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ. ഓക്കെ അല്ലേ? അതാണ് അതിന്റെ മീനിങ്. അക്കൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ വേറൊരു കോൺസെപ്റ്റ് ആണ് ദാറ്റ് ഈ ഒരു ബിസിനസ് ഫ്യൂച്ചറിൽ നല്ല ടൈം വരെ റൺ ചെയ്തുകൊണ്ട് പോവും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അക്കൗണ്ട്സ് ഉണ്ടാക്കണം. ഓക്കെ അല്ലേ? അല്ലാതെ 2 വർഷത്തേക്കേ പോകുന്നുള്ളൂ അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല. ഗോയിങ് കൺസേൺ ആണ്. ആ ബിസിനസ് ലോങ് റണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു അസംഷൻ വെച്ചിട്ട് മുമ്പോട്ട് പോകണം. മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത് ആ വർഷത്തെ എക്സ്പെൻസ് ആ വർഷത്തെ പ്രോഫിറ്റും ഇൻകം ആയിട്ട് വേണം മൈനസ് ചെയ്യാം. അപ്പൊ നമ്മൾ എക്സ്പെൻസും ഇൻകവും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇൻകംനകത്തുനിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്ത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത് നിങ്ങൾ മൈനസ് ചെയ്യുന്ന എക്സ്പെൻസും നിങ്ങൾ എടുക്കുന്ന പ്രോഫിറ്റും ഇൻകവും ഒരേ വർഷത്തിലായിരിക്കണം, അത് മാച്ച് ആയിരിക്കണം. ഓക്കെ അല്ലേ? ആൻഡ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറെ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കും. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറയുന്നത് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് കൂടുതൽ മെറ്റീരിയൽ എഫക്ട് കൊടുക്കണം. ദാറ്റ് ഈസ് അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിൽ. ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും കാണും. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്സ്. ഇമ്പോർട്ടന്റ് ആണ് കോൺസെപ്റ്റ്സും പിന്നെ ടെർമിനോളജീസും നമ്മളിപ്പോ പഠിച്ചതും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് തിയറി ആയിട്ട് ചോദിച്ചേക്കാം. അതല്ലാതെയും തിയറി ഇതിന്റെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും, ബിക്കോസ് ബേസ് ആണത് ആവശ്യം. ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, പേഴ്സണൽ, റിയൽ, നോമിനൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നിങ്ങൾ ഇത് നോക്കാം, വായിക്കാം. ഓക്കെ അല്ലെ? പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് നമ്മൾ പഠിച്ചു. ഓക്കെ. ജേർണൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ജേർണലിന്റെ എൻട്രീസ് എങ്ങനെയാണ് പോകുന്നത്, ഡേറ്റ്, കോളം, പിന്നെ പലതരത്തിലെ ജേർണൽ, സ്പെഷ്യൽ ജേർണൽസ് നമ്മൾ പഠിച്ചു. പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം ഞാൻ എടുത്ത് സോർട്ട് ചെയ്ത് പറഞ്ഞു. ക്യാഷ് ബുക്ക് എന്താണെന്ന് പറഞ്ഞു. ക്യാഷ് ബുക്ക് നമുക്ക് വേണേൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടാക്കാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ അതിനകത്ത് ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടാക്കാം, അതിനകത്ത് ക്യാഷും ഉണ്ട് ബാങ്കും. ട്രിപ്പിൾ കോളം ഉണ്ടാക്കാം, അതിനകത്ത് ക്യാഷും ഉണ്ട് ബാങ്കും ഉണ്ട് ഡിസ്കൗണ്ടും ഉണ്ട്. മൾട്ടി കോളം ഉണ്ടാക്കാം, എനിക്ക് വേറെ പലതരത്തിലെ ബാങ്കും എല്ലാം കൂടെ ചേർത്തിട്ട്. പിന്നെ ഒരു ക്യാഷ് ബുക്ക് ഉണ്ട് പെറ്റി ക്യാഷ്. ഈ ചെറിയ ചെറിയ എക്സ്പെൻസസ്, ഈ 10 രൂപ, 50 രൂപ, 100 രൂപ, ചെറിയ ചെറിയ ചെലവ് വരത്തില്ലേ, അതിനു വേണ്ടി മാത്രം വേണമെങ്കിൽ എനിക്കൊരു പെറ്റി ക്യാഷ് ബുക്ക്. അതൊന്നും നമുക്ക് ഉണ്ടാക്കാനില്ല, ജസ്റ്റ് തിയോറിറ്റിക്കലി പഠിക്കാൻ മാത്രമേ ഉള്ളൂ. ഫോർമാറ്റ് എല്ലാത്തിന്റെയും തന്നിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി മാത്രം. ഓക്കെ. ഇതെല്ലാത്തിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ഇതെല്ലാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ലെഡ്ജർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. പോസ്റ്റിംഗ് എങ്ങനെ ചെയ്യേണ്ടതെന്നും പറഞ്ഞിരുന്നു. ഓക്കെ അല്ല? അതെല്ലാം നമ്മൾ ചെയ്തു. ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ എടുക്കുന്നത്, ഓപ്പണിംഗ് ബാലൻസ്, CD, BD, CF, PF, അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് നമ്മൾ നോമിനൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യത്തില്ല. ഓക്കെ അല്ല? ക്യാരിഡ് ഓവർ എന്നും പറയും, ബ്രോട്ട് ഓവർ എന്നും പറയും, ക്യാരിഡ് ഫോർവേഡ് എന്നും പറയും, ബ്രോട്ട് ഫോർവേഡ് എന്നും പറയും, ക്യാരിഡ് ഡൗൺ, ബ്രോട്ട് ഡൗൺ, ഇതൊക്കെ നമ്മൾ തീർന്നിരിക്കുക. ഓക്കെ അല്ല? പേഴ്സണൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ലെഡ്ജറിനെയാണ് പേഴ്സണൽ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇംപേഴ്സണൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ക്യാഷ്, ജനറൽ ആയിട്ടുള്ള ഐറ്റംസ്, മെഷീനറി, അതൊക്കെ ഇംപേഴ്സണൽ ലെഡ്ജർ. അത്ര ട്രയൽ ബാലൻസ് നമ്മൾ നോക്കി, അതിന്റെ ഫീച്ചറും കാര്യങ്ങളും നമ്മൾ നോക്കി. ഓക്കെ. ഫൈനൽ അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞു. മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഓക്കെ അല്ല? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നു. ആൻഡ് അതിനകത്ത് ഡേറ്റിങ്ങും കാര്യങ്ങളും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ബാലൻസ് ഷീറ്റ് എന്താണ്, ലാസ്റ്റ് അവിടം വരെ നമ്മൾ ചെയ്തു. ലെസൺ നമ്പർ 1 തീർന്നിരിക്കുന്നു. ബാക്കി ഈ ലെസൺ നിങ്ങളും കൂടെ ഒന്ന് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് എനിക്ക് ആ ഡൗട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ആ ഫോട്ടോ ഇട്ട് തരുക, അല്ലെ എന്താണോ ഡൗട്ട് അത് ഞാൻ ഗ്രൂപ്പിനകത്ത് തന്നെ പറഞ്ഞുതരാം. ഇതല്ലാതെ എന്തെങ്കിലും ഇവിടെ വരെ ചോദിക്കാനുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് ചെയ്യേണ്ട എന്താണ്, ആ തിയറി പോർഷൻസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായിക്കണം. ഈസി കോൺസെപ്റ്റ്സ് ആണ്, ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് അവിടെയും പറഞ്ഞേക്കുന്നത്. ആൻഡ് മെയിൻ ആയിട്ട് പേഴ്സണൽ, റിയൽ, നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ, ജേർണൽ എൻട്രി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ജേർണൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ലെഡ്ജർ അത്രയും ഫോക്കസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വരാൻ പോകുന്ന ബാക്കിയുള്ള ചാപ്റ്ററിനകത്തൊക്കെ നമുക്ക് ജേർണൽ ആണ് എല്ലാം. സോ ജേർണൽ പക്കയായിരിക്കണം. ഓക്കെ അല്ല? സോ ഇന്നലെ പഠിച്ച സംഭവം പക്കയായിരിക്കണം. ആൻഡ് അത് പക്കയായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. ഓക്കെ അല്ലേ? സോ ലെസൺ നമ്പർ 1 കഴിഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.